ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട SCRT ഓറിയന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ സ്ക്രീനിങ് പ്രഭാവം ആണ്, അല്ലെങ്കിൽ ഷീൽഡിംഗ് പ്രഭാവം എന്ന് പറയും. ഒരു പീരിയോഡിക് ടേബിളില് ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട്. തൽഫലമായിട്ട് ബാഹ്യതമ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്ന് അകലുന്നുണ്ട്. ഉള്ളിലുള്ള ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിലുള്ള ആകർഷണം ക്രമമായി കുറയുന്നുണ്ട്. ഇതിനെ നമ്മൾ സ്ക്രീനിങ് പ്രഭാവം എന്ന് വിളിക്കുന്നുണ്ട്. സ്ക്രീനിങ് പ്രഭാവം. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. തൽഫലമായി ബാഹ്യതമ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്ന് അകലുന്നു. ഉള്ളിലുള്ള ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളിലെ ന്യൂക്ലിയസിലുള്ള ആകർഷണ ബലം ക്രമമായിട്ട് കുറയുന്നു. അപ്പൊ അതായത് നമ്മളിപ്പോ ഒന്നാമത്തെ ഗ്രൂപ്പ് എടുക്കുവാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. ഈ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ വരുന്ന സമയത്ത് ഈ ടോപ്പിലുള്ളതിനേക്കാളും ഈ താഴെയുള്ളതിന് എന്തുണ്ടായിരിക്കും? ആറ്റത്തിന്റെ വലിപ്പം കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്ന് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ഷെൽസ് കൂടുതലായിരിക്കും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും. അപ്പൊ ഇങ്ങനെയുള്ള ആകർഷണ ബലം കുറയുന്നതിന് പറയുന്ന പേരാണ് ഷീൽഡിംഗ് പ്രഭാവം എന്നാണ് പറയുന്നത്. അതിനെയാണ് സ്ക്രീനിങ് പ്രഭാവം എന്നും വിളിക്കുന്നത്. അടുത്തതായിട്ട് എല്ലാ പരീക്ഷകൾക്കും കാണുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന പുതിയ മൂലകങ്ങളുടെ അറ്റോമിക് നമ്പേഴ്സ്, പ്രതീകം എന്നിവ പഠിക്കുന്നത്. 113 എന്ന് പറഞ്ഞത് നിഹോണിയമാണ്. റെപ്രസെന്റ് ചെയ്യുന്നത് NH എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതിനെ ഏത് പീരീഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നാലാമത്തെ പീരീഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏത് പീരീഡിലാണ്? ഏഴാമത്തെ പീരീഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 മൂലകങ്ങൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞത് 113 നിഹോണിയത്തിൻ്റെത്. 115 മോസ്കോവിയം. മോസ്കോവിയത്തിന്റെ പ്രതീകം MC എന്ന് പറയുന്നതാണ്. ക്യാപിറ്റൽ ലെറ്റർ M, സ്മോൾ ലെറ്റർ CM. ടെന്നിസണിന്റെ പ്രതീകം TS എന്നാണ്. TS എന്നാണ് ടെന്നിസണിന്റെ പ്രതീകം. 117. 118 ആണ് ഒഗാനസൺ. ഒഗാനസണിന്റെ പ്രതീകം OG ആണ്. അപ്പം ഈ 4 മൂലകങ്ങളും ഏത് പീരീഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏഴാമത്തെ പീരീഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഹോണിയം 113, മോസ്കോവിയം 115, ടെന്നിസൺ 117, ഒഗാനസൺ 118. അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇനി നിഹോൺ എന്ന ജപ്പാനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നിട്ടാണ് നിഹോണിയം എന്ന പേര് ലഭിച്ചത്. ജപ്പാൻ എന്നതിന് ജാപ്പനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് ആണ് ഇത്. നിഹോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ എന്നതിന് ജാപ്പനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ്. ഉദയസൂര്യന്റെ നാട് എന്നും ഈ നിഹോണിയത്തിന് അർത്ഥമുണ്ട്. മോസ്കോവിയം എന്ന മൂലകത്തിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പ്രധാനമായിട്ടും നടത്തിയിരുന്നത് മോസ്കോയിലുള്ള ലാബുകളിലായിരുന്നു. അതാണ് മോസ്കോവിയം. ടെന്നസി പ്രദേശത്തെ ലാബുകളിലെ പരീക്ഷണങ്ങളാണ് ടെന്നസിൻ എന്ന് പറഞ്ഞത്. ടെന്നസി പ്രദേശത്തെ. ഇനി ഈ 3 മൂലകങ്ങളെയും പേരുകൾ ഇവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ പേരിൽ നിന്നും ആണ് ലഭിച്ചത്. എന്നാൽ ഒഗനസൺ എന്ന മൂലകത്തിന് പേര് നൽകിയത് യൂറി ഒഗനഷ്യൻ എന്ന ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥം ആണ്. അപ്പൊ ഒഗനസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ശാസ്ത്രജ്ഞനോടുള്ള? യൂറി ഒഗനഷ്യൻ എന്ന ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ്. ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥം മൂലകങ്ങൾക്ക് പേര് നൽകുന്നതിന്റെ രണ്ടാമത്തെ ഉദാഹരണമാണ് ഇത്. ആദ്യമായിട്ട് ഇപ്രകാരം പേര് നൽകിയത് അറ്റോമിക നമ്പർ 106 സീബോർഗിയം എന്ന മൂലകത്തിനായിരുന്നു. സീബോർഗിയം എന്ന മൂലകത്തിനായിരുന്നു. ഗ്ലെൻ സീബോർഗ് എന്ന അമേരിക്കൻ രസതന്ത്രജ്ഞനോടുള്ള ബഹുമാന സൂചകമായാണ് ഈ ഒരു പേര് നൽകിയത്. അപ്പം സീബോർഗിയം എന്ന് പറഞ്ഞതിന്റെ അറ്റോമിക് നമ്പർ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയാം? 106 എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. 106. ഓക്കെ, 106 സീബോർഗിയം. ഇനി നമ്മൾ കുറച്ച് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ടുള്ള കാര്യങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ കാർബൺ എന്ന് പറയുന്നതിന്റെ 12, 13, 14 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ്. എന്താണ്? കാർബണിന്റെ 12, 13, 14 എന്നിവ പ്രകൃതിദത്ത, നാച്ചുറൽ ആണ്. ഇനി ഇവിടെ നമ്മൾക്ക് കാർബൺ 12 ആണ് സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായിട്ടുള്ള കാർബണിന്റെ ഐസോടോപ്പ്. സ്ഥിരതയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ 12. കാർബണിനും ഐസോടോപ്പുകൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. കാർബണിന്റെ ആകെ ഐസോടോപ്പുകളിൽ ഏകദേശം 1.1% മാത്രമാണ് ഏത്?
കാർബൺ 13 എന്ന് പറഞ്ഞത്. ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ സ്ഥിരതയുള്ളതെന്ന് ചോദിച്ചാൽ കാർബൺ 12. കാർബൺ 13 എന്ന് പറയുന്നത് എന്ത് പറയണം? ആകെ ഐസോടോപ്പുകളിൽ 1.1% മാത്രമാണ് കാർബൺ 13. സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കാർബൺ 13. കാർബൺ 14 എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. കാർബണിന്റെ ഏതാണ്? കാർബൺ 14 ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾക്ക് മാത്രം പ്രത്യേക പേരുകൾ നൽകിയിട്ടുള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നിവ പ്രകൃതിദത്ത ഐസോടോപ്പ് ആണ്. കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ആണ് കാർബൺ 14. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്. ഇനി സസ്യങ്ങളിലെയും ജന്തുക്കളിലെയും ജീവൽ പ്രവർത്തനം നോക്കുന്നു, കാർബൺ 13 ആണ്. ഇനി അതുകൂടാതെ സ്ഥിരതയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം? കാർബൺ 12 എന്നും പറയണം. ഇനി ഇതിനകത്ത് അയഡിൻ 131 എന്ന് പറഞ്ഞത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും അതിന്റെ ചികിത്സയ്ക്കും വേണ്ടിയിട്ടാണ് അയഡിൻ 131 എന്ന് പറയുന്ന ഐസോടോപ്പ് യൂസ് ചെയ്യുന്നത്. യുറേനിയം 235 ആണെങ്കിൽ ആണവ നിലയങ്ങൾ ഇന്ധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യുറേനിയം 235 എന്ന് പറയുന്ന ഐസോടോപ്പ് യൂസ് ചെയ്യുന്നത്. ക്യാൻസർ ചികിത്സയ്ക്ക് കൊബോൾട്ട് 16 യൂസ് ചെയ്യുന്നുണ്ട്. കൊബോൾട്ട് 16 എന്ന് പറയുന്ന ഐസോടോപ്പ്. ഇനിയും സോഡിയം 24 എന്ന് പറയുന്നത് വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സോഡിയത്തിന്റെ ഐസോടോപ്പാണ് സോഡിയം 24 എന്ന് പറഞ്ഞത്. അനീമിയ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് അയണിന്റെ ഏത് ഐസോടോപ്പാണ് യൂസ് ചെയ്യുന്നത്? അയൺ 59 ആണ് അനീമിയ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അയഡിന്റെ 131 തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും വേണ്ടിയിട്ടാണ്. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നു. കൊബോൾട്ട് 60 എന്ന് പറഞ്ഞത് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. സോഡിയം 24 എന്ന് പറയുന്നത് വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അയൺ 59 എന്ന് പറഞ്ഞിരിക്കുന്നത് അനീമിയ നിർണ്ണയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള 240 ഫോക്കസ് ഏരിയാസ്, അതായത് നമ്മൾ SRTയും കൂടെ പുതിയ SRTയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ 214 എന്ന് പറയുന്ന ഫോക്കസ് ഏരിയയിൽ 10th ലെവൽസിൽ നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നത്. അത് അഡീഷണൽ ടോപ്പിക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. 214 എന്ന് പറയുന്ന അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തും കൊടുക്കുന്നുണ്ട്, ന്യൂ ആയിട്ട് ഒരു ബോണസ് എന്നിട്ടുള്ള രീതിയിൽ ഈ പുതിയ SRTക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ്സും ലഘൂകരിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറേയധികം ചോദ്യങ്ങൾ ഇപ്രാവശ്യത്തെ ലാസ്റ്റ് പരീക്ഷയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അതിനകത്ത് ഇത്രയും ചോദ്യങ്ങൾ പുതുതായിട്ട് പ്രത്യേകിച്ച് സയൻസ് ഒക്കെ ഓറിയന്റ് ചെയ്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ 7, 9 സ്റ്റാൻഡേർഡുകളിലാണ് പുതുതായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത്. 5-ന് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിലും 7, 9 നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അത്യാവശ്യം കോളം കണ്ടെങ്കിലും പഠിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നോർമലി നേരത്തെയുള്ള ടെക്സ്റ്റ് പഠിച്ചതും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചുകൂടെ അഡീഷണലി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് അത്യാവശ്യം ഒരു 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ടോട്ടൽ കൺസെപ്റ്റ് തീരാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കാനുള്ളവർ ഇപ്പൊ തന്നെ പഠിച്ച് തുടങ്ങാം. ഇനി സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ GKയുടെ 249 ഫോക്കസ് ഏരിയ 10th ലെവൽ ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് ജസ്റ്റ് 599 rupees മാത്രമേ ഉള്ളൂ. 240 ഇൻ ഫോക്കസ് അത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആണ്, സിജി ബിജൂസ് അക്കാദമി. ഇനി ഇത് കൂടാതെ ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഡിഗ്രി ലെവൽസിന്റെ പ്രിലിംസ് മെയിൻസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പൊ താങ്ക് യു.